ഹലോ, നമുക്കൊരു 3 ഡേ ട്രിപ്പിന് പോയിട്ട് വരാം. മൗണ്ട് ഗാബറിലോട്ടാണ് പോകുന്നത്. ഇവിടെ സൗത്ത് ഓസ്ട്രേലിയയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഈ വ്യൂ കണ്ടോ? ഈ വ്യൂ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങൾ റിവേഴ്സ് എടുത്ത് വന്ന് കണ്ട ഒരു വ്യൂ ആയിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ട്രെയിറ്റ് പോയത് നമ്മുടെ സ്റ്റേയിലോട്ടായിരുന്നു. ഒരു 4 hours ജേർണി ഉണ്ടായിരുന്നു. 4 hours കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ സ്റ്റേയിൽ പോയി നമ്മുടെ ലഗേജൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് നെക്സ്റ്റ് പ്ലേസിലോട്ട് നമ്മൾ പോയത്. ഈ സ്റ്റേ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അത് മാക്സിമം എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഞങ്ങൾക്ക് ടൈമേ കിട്ടിയില്ല എന്നതാണ്. ബിക്കോസ് ഫുൾ ടൈം നമ്മൾ ട്രാവലായിരുന്നു. ഓൺലി നൈറ്റ് ടൈം അല്ലെങ്കിൽ ഈവനിങ് ആയിരുന്നു നമ്മളിവിടെ എത്തിയിരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് ബ്ലൂ ലേക്ക് കാണാനായിരുന്നു. സോ അന്നത്തെ ദിവസം നമുക്ക് അത് മാത്രമേ അന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഓൾറെഡി ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. ബ്ലൂ ലേക്ക് എന്ന് പറയുന്നത് ഇവിടെ വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടായ സമയത്ത് ശേഷം ഇവിടുത്തെ ഈ ലേക്കിന് ബ്ലൂ കളറാണ്. ഇവിടുത്തെ ഇതിൻ്റെ കളറ്, വാട്ടറിൻ്റെ കളറ് ബ്ലൂ ആണ്. ആൻഡ് അത് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ടോ. പിന്നെ കുറച്ച് തത്തമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പക്ഷികളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഹൂ ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. അവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പക്ഷേ നമുക്കങ്ങനെ ഒത്തിരി നടക്കുന്നു എന്നൊരു ഫീലിംഗ് ഒന്നും വരത്തില്ല കേട്ടോ. ഇവിടുത്തെ ഭയങ്കര രസം എന്ന് പറയുന്നത് ആ സൺസെറ്റും സൺറൈസും തന്നെയായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങൾ സിങ്ക് ഹോൾ കാണാൻ പോയതാണ്. ഫസ്റ്റ് സ്പോട്ട് ഞങ്ങൾ പോയത് അന്ന് രാവിലെ സിങ്ക് ഹോൾ കാണാനായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ സിങ്ക് ഹോൾ രൂപപ്പെട്ടത്, ഒറിജിൻ ആയതെന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊക്കെ. അപ്പം അതൊക്കെ വായിച്ച് നമ്മളിങ്ങനെ നടന്നു. ഇത് ടോപ്പ് വ്യൂ ആണ് കേട്ടോ. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ക്ഷീണമോ ഒന്നും തോന്നിയില്ല. ഭയങ്കര എനർജറ്റിക് ഫീലിംഗ് ആയിരുന്നു. ബിക്കോസ് നമുക്ക് നെക്സ്റ്റ് സ്ഥലം കാണണം. ഓക്കെ, ഇതിലിനി എന്തൊക്കെയാണ് കാണാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ പോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മൾ നടന്നിട്ട് കുറച്ച് നടന്നു. കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ മിക്കയിടവും ഒട്ടും ആൾക്കാരുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ യാത്രകൾ പോകുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമുക്ക് മൊത്തത്തിൽ ഒരു ഉന്മേഷമൊക്കെ കിട്ടും. ഓക്കെ, പുതിയ സ്ഥലങ്ങൾ കണ്ടു. പിന്നെ നമുക്ക് എഗെയിൻ നമുക്കൊരു റീസെറ്റ് കിട്ടുകയാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ പോലും നമുക്കൊരു പുതിയൊരു റീസെറ്റ് ആവുക. ഓക്കെ, എഗെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ റുട്ടീനിലോട്ട് തിരിച്ചു വരും. അതൊക്കെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ സിംഹോളിലോട്ട് എത്തണമെങ്കിൽ കുറേയധികം സ്റ്റെപ്പുകളുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂസും ഒക്കെ എടുത്തും കണ്ടും ഒക്കെയാണ് പോയത്. പിന്നെ അതിൻ്റെ ചുറ്റും എന്ന് പറയുന്നത് കേവ് ഫോർമേഷനാണ്, കേവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു അനിമൽ ഉണ്ടായിരുന്നു. ആക്ച്വലി പുള്ളിക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആർക്കെങ്കിലും ഇതിന് ഫുഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് മുകളിൽ തന്നെ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതേ കണ്ടോ നമ്മുടെ ചെമ്പരത്തി, 5 തട്ടുള്ള ചെമ്പരത്തിയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ എണ്ണ കാച്ചും. അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് അതൊന്നും എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഒരു കേവ് കാണാനായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് വേഗം പോകുമായിരുന്നു. ഇതൊരു ഗാർഡൻ ആയിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം, ഈ സ്ഥലമൊക്കെ 1 ടൈം വ്യൂവിനാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഒരു 2nd ടൈം വ്യൂവിനും 3rd ടൈമിനൊന്നും അത്ര നമുക്ക് ഇൻട്രസ്റ്റ് തോന്നത്തില്ല. പിന്നെ ഇവിടെ കണ്ടോ ഇങ്ങനെ കീഴിൽ ഇങ്ങനെ പേരൊക്കെ എഴുതിയിടും. എനിക്കെന്താ തോന്നിയതെന്ന് വെച്ചാൽ എങ്കേം കാതലുള്ള സിനിമയിൽ നമ്മളിങ്ങനത്തെ സ്പോട്ടുകളൊക്കെ കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു തോന്നിയത്. അത് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ഞങ്ങൾ ചെന്നപ്പം ഇങ്ങനെ ഒരു വിഷ് സെൻറ്ററും കൂടെ കണ്ടു. സെയിം ആ ഫിലിമിലുണ്ടല്ലോ, നമുക്കിങ്ങനെ വിഷ് സെൻറ്ററൊക്കെ ഉണ്ടല്ലോ, കോയിനിൽ ഇങ്ങനെ നമ്മൾ വിഷ് ചെയ്ത് ഇങ്ങനെ ഇടുന്നത്. അതുപോലൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകുമായിരുന്നു. ഇതൊരു കുറച്ച് ഡ്രൈവ് ഉള്ളൊരു സ്പോട്ടായിരുന്നു. ഒരു 25 minutes ഉണ്ടായിരുന്നു. അതിൽ 9 kilometer എന്ന് പറയുന്നത് ഓഫ് റോഡുമായിരുന്നു. കുറച്ച് പേടിച്ചു എന്ന് തന്നെ പറയാം. ബിക്കോസ് അങ്ങനെ ആൾക്കാർ പോകുന്നതും വരുന്നതും ഒന്നും കണ്ടില്ല. പിന്നെ ഫുള്ളി നമുക്ക് നെറ്റ്വർക്ക് ഒന്നും കിട്ടിയതുമില്ല. അപ്പോൾ കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ പേടിക്കേണ്ടതായ ഒന്നുമില്ലായിരുന്നു. ഇതും ഒരു സിങ്ക് ഹോൾ തന്നെ ആയിരുന്നു. കരോലിന സിങ്ക് ഹോൾ എന്നായിരുന്നു ഈ ഇടത്തിൻ്റെ പേര്. നല്ല രസമുണ്ടായിരുന്നു. ഒരു കാട്ടിലൂടെ നടന്ന് നമ്മളിത് കാണാൻ ചെല്ലുന്ന ഒരു എക്സ്പീരിയൻസ്. പോയത് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായ ബീച്ചിലോട്ടാണ്. അവിടെ ചെന്നപ്പോൾ ഒരു അപ്പൂപ്പൻ ഒരു വാനിലൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ പട്ടങ്ങൾ പറത്തുന്നു. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. ഞങ്ങൾക്കത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയിട്ട് അപ്പൂപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൂപ്പൻ ഒരു പൈസ കൊടുത്തിട്ട് വാങ്ങി. അത് പറത്തുകയാണ് ഈ സംഭവം. എൻ്റെ ഹസ്ബൻഡാണ് ഇതിൽ പട്ടം പറത്തൽ എക്സ്പേർട്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നു. എന്തായാലും ഇൻസ്ട്രക്ടറിൻ്റെ ഗുണം കൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ പട്ടമൊക്കെ പറത്തി. പണ്ട് സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യം ഞാനിപ്പോൾ ജീവിതത്തിൽ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തുള്ളൊരു ബീച്ചിലോട്ടാണ്. അവിടെ വേണമെങ്കിൽ കളിക്കായിരുന്നു. പക്ഷെ നല്ല തണുപ്പായതുകൊണ്ട് അതിന് പോയില്ല. എന്തായാലും വന്നതല്ലേ,
ടിക്കറ്റ് കിട്ടാത്തിടത്ത് ടിക്കറ്റ് ഒപ്പിച്ചിട്ട് പിറ്റേന്ന് പോകുന്ന യാത്രയാണ് ഇത്. കേവിൻ്റെ പേര് നിങ്ങൾ ഇപ്പോൾ കണ്ടു കാണും. എനിക്കതങ്ങോട്ട് പറയാൻ അത്ര അങ്ങോട്ട് പിടികിട്ടിയില്ല. ഗൈഡ് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് പിടികിട്ടിയെങ്കിൽ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്കത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് കേവിൻ്റെ ഉള്ളിൽ ഗൈഡ് തന്നെ ഞങ്ങളെ കൊണ്ടുപോയി അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരികയൊക്കെ ചെയ്തു. വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഏരിയയിൽ നിന്ന് വെച്ചെടുത്തേക്കുന്ന വീഡിയോസാണിത്. ഈ കേവിൻ്റെ അടിയിൽ വാട്ടറാണ്, അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ചിലർ ഡൈവും ചെയ്യാറുണ്ട്. അത് അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ളവർ മാത്രമാണ് ചെയ്യാറുള്ളത്. ശരിക്കും എനിക്ക് വർത്ത് ഓഫ് മണി ആയിട്ടാണ് ഈ ഒരു വിസിറ്റിനെ തോന്നിയത്. പിന്നെ ലാസ്റ്റ് സ്റ്റേയിൽ വന്നൊരു ടാറ്റ ബൈ ഒക്കെ പറയുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ ട്രിപ്പിൽ ഞങ്ങൾ ഫുഡേ കഴിച്ചില്ലെന്ന് നിങ്ങൾ വിചാരിക്കാതിരിക്കാൻ വേണ്ടി ഇടുന്ന വീഡിയോ ആണിത്. ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരം ഒരു കഫേയിൽ കയറി കഴിച്ച ലഞ്ചിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ബൈ.